ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി നന്ദിനിയെ ഓഫീസിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം അവരെ എല്ലാവരെയും വിളിക്കുകയാണ്. ഇനി മുതൽ പത്മ മേഡം എന്ന് പറയുന്നവരുണ്ടല്ലോ, അവരുടെ ആ സീറ്റിൽ ഇനി ഇരിക്കാൻ പോകുന്നത് നന്ദിനിയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് പത്മ പറയണത്, നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് ഞാനങ്ങ് തീരുമാനിച്ചാൽ മതി. ഇനി എൻ്റെ ഭാര്യ നന്ദിനി CEO പോസ്റ്റിലിരിക്കും. എൻ്റെ ഭാര്യ നന്ദിനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളൂ. പക്ഷേ ഇവരെയൊക്കെ അറിവും വിവരവും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ നന്ദിനി ഒക്കെ ഉഷാറാണ്. അവൾക്ക് എല്ലാ അറിവുകളും ഉണ്ട്. കുറേ പഠിച്ചു, നല്ല നിലയിലെത്തി. 4 ഇംഗ്ലീഷ് അങ്ങ് മറ്റുള്ളവർക്ക് മുന്നിൽ തട്ടിക്കുട്ടി സംസാരിച്ചത് കൊണ്ട് വിദ്യാഭ്യാസമാവില്ല. അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത വ്യക്തികളാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരം തുടരുകയാണ് കേട്ടോ. ഈ സമയം ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ പത്മ, നീ എന്താടാ പറയുന്നത്? ഞാൻ ഇവിടെ ഒരു കാര്യം അത് തീരുമാനിച്ചതാണ്. ആനന്ദേ, നീ എന്ത് നോക്കി നിൽക്കുന്ന? ഈ ബോർഡിൽ ഇനി ഈ സൂര്യയുടെ ഭാര്യ നന്ദിനി CEO പോസ്റ്റ് ഏറ്റെടുക്കണം. അങ്ങനെ ഒരു ബോർഡായിരിക്കണം ഇനി കൊണ്ടുവരേണ്ടത്. നന്ദിനി സൂര്യ CEO എന്ന് എഴുതിയിട്ടുള്ള ഒരു ബോർഡ്. അപ്പോൾ ഇത് കേൾക്കുന്ന പത്മ പറയണേ, ഇവൾക്ക് ഒരു അറിവുമില്ല. വീട്ടിലെ അടുക്കളപ്പണി ചെയ്യുന്ന ഇവൾക്ക് എന്ത് CEO? അത് നീ മനസ്സിലാക്കുക. അത് നിങ്ങളുടെ തോന്നലാണ്. ഇവൾ ഈ കമ്പനിക്ക് ഉണ്ടാക്കുന്ന നേട്ടങ്ങൾ നിങ്ങൾ ഇനി കണ്ടറിയും. അതുകൊണ്ട് നിങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ വെറുതെ കിടന്ന് പുലമ്പേണ്ട. കാരണം നിങ്ങൾ എന്ത് സംസാരിച്ചാലും നിങ്ങൾക്കത് തിരിച്ചടിയാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ആനന്ദ്, ഞാൻ നിന്നോട് ഓർഡർ ഇടുന്നു, പത്മ മേഡത്തിൻ്റെ ആ ചെയറിൽ നന്ദിനി ഇരിക്കണമെന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം എന്താണ് അവിടെ പറയേണ്ടതെന്നറിയാതെ പത്മ ദേഷ്യത്തോടു കൂടി പോവാണ്. ഇങ്ങനെ ഭ്രാന്തളകി പോകുന്നത് പോലെ തന്നെ ഇളകാൻ തന്നെ നിങ്ങളെ കൊണ്ട് പറ്റുള്ളൂ. നിങ്ങൾ അങ്ങനെ ഒരു സൈസാണെന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ തനിക്ക് താങ്ങാനാവുന്നില്ല. അത്രയും വലിയ ദേഷ്യം ഇങ്ങനെ പത്മക്ക് വരുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, ഒന്നും മിണ്ടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ പത്മ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീടാണെങ്കിലോ ഇവരോട് പറയുകയാണ്, എൻ്റെ ഭാര്യ നന്ദിനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ അവളോട് എന്താണ് ചെയ്യേണ്ടതെന്ന് അവളുടെ മലയാളത്തിൽ ഡീറ്റെയിൽ ആയി ചോദിച്ചു കഴിഞ്ഞാൽ എല്ലതും പറഞ്ഞു തരും. ഒരു കമ്പനി എങ്ങനെ കൊണ്ടു നടക്കാമെന്ന്, ഒരു വീട് എങ്ങനെ കൊണ്ടു നടക്കുക, എല്ലാ കഴിവുള്ള ആളാണ് നന്ദിനി. അതുകൊണ്ട് പെട്ടെന്ന് ആനന്ദ് ഇനിയിപ്പോൾ നെയിം ബോർഡ് അടിക്കാൻ നോക്കിക്കോ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ആനന്ദ് ആ ഓഫീസിലെ ആ ക്യാബിൻ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം വീട്ടിലോട്ട് പത്മ കാലിത്തുള്ളി കയറി വരികയാണ്. ഇതേ സമയം വിജയും കൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം വിജയും കൂടെ പോകുമ്പോൾ ഉടൻ തന്നെ ഇപ്പുറത്തെ ഇന്ദ്രജ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിജയ് പറയാണ്, എന്തായാലും ഇന്ന് വലിയ തിരിച്ചടിയാണ് നിൻ്റെ മമ്മിക്ക് കിട്ടിയിരിക്കുന്നത്. എന്നാലും നിൻ്റെ സൂര്യ എങ്ങനെയൊക്കെ ഒരിക്കലും ചെയ്യുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. എത്ര ആളുകൾക്ക് മുന്നിൽ വെച്ചാണ് നാണക്കേട് ഉണ്ടാക്കിയിരിക്കുന്നത് സൂര്യ. അപ്പോൾ ഈ സമയം വേദ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ ചോദിക്കുകയാണ്, എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. വേദയോട് കാര്യങ്ങളൊക്കെ പറയണേ. വേദക്ക് ഇത് കേൾക്കുമ്പോൾ വേദക്കും അംഗീകരിക്കാൻ കഴിയില്ല കേട്ടോ. എന്നിട്ട് മമ്മി അവർക്ക് മുന്നിൽ പഞ്ചപുച്ഛം അടക്കി അങ്ങ് പോരുകയാണ്. അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാടേ? അവൻ്റെ മുന്നിൽ ഏറ്റുമുട്ടാൻ പോയവർക്ക് ആർക്കൊന്ന്. അപ്പോൾ ഈ സമയം വിജയ് പറയട്ടെ, ഞാൻ പറഞ്ഞില്ലേ എന്തോ ഒരു പണി വരുന്നുണ്ടെന്ന്. അവൻ ഇത്രയും വലിയൊരു പണി നമുക്കിട്ട് തരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത്രയും വലിയ പണിയാണ് നമുക്കിട്ട് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിനി പറയാനുള്ളത് ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്തായാലും ഈ പറയുന്ന നമുക്ക് ഈ പണി കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒരു രക്ഷയില്ല, മിണ്ടാതിരിക്കുകയാണ് നല്ലത്. ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നവർക്കെല്ലാം സൂര്യ തിരിച്ചടി നൽകും. സൂര്യയുടെ സ്വഭാവം വെച്ച് ഞാൻ പറയാമെന്നൊക്കെ വിജയ് പറയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം പത്മക്ക് അങ്ങനെ കലിയടങ്ങുന്നില്ല. എന്നാലും എൻ്റെ മമ്മിയാണെന്ന് പോലും നോക്കാതെ അവനെ പ്രസവിച്ച അമ്മയല്ലേ, അമ്മയെ മറ്റുള്ളവർക്ക് മുന്നിൽ നാണം കെടുത്തുന്ന ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ഇപ്പോൾ ഇത് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യത്തോടു കൂടി സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം ഇവരിങ്ങനെ സംസാരിക്കുന്നതിനിടയിലാണ് കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ പുറത്തോട്ട് രാജു ഓടിപ്പോകുന്നത്. അപ്പോൾ രാജു ഇവനെന്താ ഇങ്ങനെ ഓടിപ്പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേഗം പെട്ടെന്ന് വിജയും പിന്നാലെ പോവുകയാണ്. അപ്പോൾ കാണുന്ന കാഴ്ച യതീന്ദ്രൻ എത്തിയിരിക്കുകയാണ് കേട്ടോ. യതീന്ദ്രനെ കാണുന്ന ഇവർക്കെല്ലാവർക്കും സന്തോഷമാണ്, പറയാൻ വാക്കുകളില്ല. അത്രയും സന്തോഷത്തോടു കൂടി ഇവരെല്ലാവരും യതീന്ദ്രനെ മുന്നിലോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഇവിടെ വിജയ് ആണെങ്കിലും ഓടി വന്നിട്ട് പറയുകയാണ്, യതീന്ദ്രൻ സാറ് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും യതീന്ദ്രൻ അകത്തോട്ട് കയറി വരികയാണ്. അപ്പോൾ യതീന്ദ്രൻ അകത്ത് കയറി വരുമ്പോൾ ഇവർ ഈ സൈഡിലായിരിക്കുന്നത് കാണുമ്പോൾ ഇവരുടെ മുന്നിലോട്ട് വരികയാണ്. അപ്പോൾ പത്മയാണ് മുഖം കനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നല്ല സമയത്താണ് യതീന്ദ്രൻ സാറ് വന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ അടിപൊളിയാവും എന്നൊരു വിശ്വാസമാണ് വിജയ്ക്ക്. അപ്പോൾ ഡാഡി വന്നതുകൊണ്ട് തന്നെ ഇനി എല്ലാ കാര്യങ്ങളും അടിപൊളിയായിരിക്കും എന്ന് പറയണം.
അപ്പോൾ പത്മ ആണെങ്കിലോ ഇങ്ങനെ മുഖം കയറ്റിയിരിക്കുന്നത് കണ്ട ഉടനെ തന്നെ യതീന്ദ്രൻ ചോദിക്കണേ, എന്താ പത്മ ഈ വീട്ടിൽ ആർക്കും സന്തോഷമില്ലാത്തത്? അതെങ്ങനെ സന്തോഷിക്കാൻ കഴിയും ഡാഡി? അങ്ങനെയുള്ള പ്രവൃത്തിയല്ലേ ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഇന്ദ്രജ് പറയണം. അപ്പോൾ ഈ സമയം യതീന്ദ്രൻ ചോദിക്കുകയാണ്, ഇതിനിടയ്ക്ക് ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഇവിടെ എന്ത് പ്രവൃത്തിയാണ് നടന്നത്? ഇന്നിപ്പോൾ മമ്മി ഓഫീസിൽ പോയപ്പോൾ സൂര്യ മമ്മിയെ എല്ലാവർക്കും മുന്നിൽ ആട്ടിയിറക്കി വിട്ടിരിക്കുന്നു. അത് കേട്ടോടെ തന്നെ യതീന്ദ്രൻ എന്തിനെന്ന് ചോദിക്കണം കേട്ടോ. ഈ സമയം പറയണേ, നന്ദിനിയെ ആ ഓഫീസിലെ CEO ആക്കി മാറ്റുകയാണ്. മമ്മിയെ ആ ക്യാബിനിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി സൂര്യ പറഞ്ഞിരിക്കുകയാണ്. എത്ര ആളുകൾക്ക് മുന്നിൽ സ്വന്തം മകനെ വഴക്ക് പറയേണ്ടെന്നെല്ലാം കരുതിയിട്ട് അമ്മ മിണ്ടാതെ പോന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും പേരുടെ മുന്നിൽ ഇത്രയും കാലം മമ്മിയല്ലേ ഈ കമ്പനിയൊക്കെ നോക്കി നടത്തിയത്. എന്നിട്ട് സൂര്യക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവും. അപ്പോൾ അവളെ പിടിച്ചിരുത്തിയിരിക്കുന്നത്, അതും കമ്പനിയിൽ ഇംഗ്ലീഷോ ഒന്നും അറിയാത്ത അവളെ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ അവൾക്ക് എന്ത് കൈകാര്യം ചെയ്യാനാണ് കമ്പനിക്ക് പറ്റുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രജ് ചൂടാവാൻ വേണ്ടിയിട്ട് പോയി. സമയം എടോ ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണെന്ന് ചോദിക്കുമ്പോൾ, ഇനിയിപ്പോൾ എൻ്റെ ഭാഗമുണ്ട് നിങ്ങളോട് ഇത് പറയണോ? നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യമില്ലേ നിങ്ങൾ കേട്ടത്? നിങ്ങൾ എന്തായാലും അവൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ താല്പര്യമില്ല. ഈ സമയം യതീന്ദ്രൻ പറയണത്, ഇതങ്ങനെ വിടാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ഇപ്പം തന്നെ ഈ സമയം തന്നെ ഇവിടെ നിന്ന് പോവുകയാണ്. രാജുവിനെ എൻ്റെ കൂടെ വന്നേന്ന് പറഞ്ഞിട്ട് രാജുവിനെ വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം ഇത് കേട്ടോടെ തന്നെ വിജയ് പറയണേ, എന്തായാലും ആദ്യമായിട്ടാണ് നിൻ്റെ ഡാഡിക്ക് ഒരു ചൂടടി വന്നത്. സൂര്യയോട് ചോദ്യം ചെയ്യാനാണ് പോയിരിക്കുന്നതെന്ന് പറയണ കേട്ടോ. ഈ സമയം പത്മ പറയണേ, എനിക്കങ്ങനെ തോന്നുന്നൊന്നുമില്ല, അയാൾ ചോദ്യം ചെയ്യത്തൊന്നുമില്ല എന്നും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം നന്ദിനിയാണെങ്കിലോ ആ ക്യാബിനിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം സൂര്യ ഈ ചെയറിൽ ഇരിക്കുന്നുണ്ട്. ആഹാ, എൻ്റെ ഭാര്യ ഇനിയിപ്പോൾ ഈ ചെയറിലാണല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് നന്ദിനി നീ അതിലിരിക്ക്. അത് കേട്ട ഉടനെ, ഇല്ല സാറ്, പത്മമ്മയുടെ ഇരുന്ന ആ ഒരു കസേരയിൽ എനിക്ക് ഇരിക്കാൻ കഴിയില്ല, എനിക്ക് പേടിയാണെന്ന് പറയുമ്പോൾ, നന്ദിനി നിൻ്റെ മുന്നിൽ ആരാ നിൽക്കുന്നത്? നിൻ്റെ ഭർത്താവായ സൂര്യയാണ് നിന്നോട് പറയുന്നത്, അതിലിരിക്കുക. ഇല്ല ഞാൻ ഇരിക്കത്തില്ല എന്ന് പറയുന്നത്. എന്നാൽ ശരി, നീ ഇരിക്കണ്ട, നീ ഇരിക്കുന്നില്ലെങ്കിൽ ഞാൻ ഈ ചെയറിൽ നിന്ന് അങ്ങ് ഇറങ്ങിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ചെയറിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ നന്ദിനി അതിലേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കാണുന്ന സൂര്യക്ക് സന്തോഷമാവണം. അപ്പോൾ സൂര്യ പറയണേ, നീ അവിടെ ഇരിക്കുക, ഞാനിതൊന്ന് വീഡിയോ ഒക്കെ എടുക്കട്ടെ, കുറച്ച് ഫോട്ടോസ് നീ ഇരിക്കുന്നത് എനിക്ക് എന്നെ ഇടയ്ക്കിടയ്ക്കെടുത്ത് നോക്കാനാണ്, അപ്പോൾ അതുകൊണ്ട് ഫോട്ടോസ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മൊബൈലിൽ എടുക്കുകയാണ്. ആ സമയം കാണാം നന്ദിനി പെട്ടെന്ന് ആ ചെയറിൽ നിന്ന് നീക്കുന്നത്. ഇത് കണ്ടോടെ തന്നെ സൂര്യ ചോദിക്കുക, നീ എന്താണ് ഈ കാണിക്കുന്നത്? ആ ചെയറിൽ തന്നെ ഇരിക്കുമെന്ന് പറയണേ. ഇല്ല എന്ന് പറയണേ. അപ്പോൾ നന്ദിനിയുടെ മുന്നിൽ കാണാം അവിടുത്തെ ഓഫീസിനുള്ളിൽ പത്മയുടെ ഒരു ഫോട്ടോ, കാലമൊക്കെയാലും കയറ്റി വെച്ച ആ ഫോട്ടോ ഒക്കെ പെട്ടെന്ന് ജീവൻ വന്നതുപോലെ നന്ദിനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നന്ദിനി പേടിയോടുകൂടി ആ ഫോട്ടോയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ സൂര്യ പറയുന്നത്, നന്ദിനി നീ ഇരിക്ക്. അപ്പോൾ നന്ദിനി വീണ്ടും ഇരിക്കാൻ ഒരുങ്ങുമ്പോൾ ഉടൻ തന്നെ ആ ഫോട്ടോയിലുള്ള പത്മക്ക് ഒരു ജീവൻ വന്നതുപോലെ നന്ദിനിക്ക് തോന്നണം. അങ്ങനെ പത്മ പറയണേ, നിനക്ക് അത്ര ധൈര്യം ഉണ്ടടി, ഞാൻ ഇരുന്ന കസേരയിൽ നിനക്ക് ഇരിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ നീ നിന്ന് ഇരുന്ന് നോക്കടി, നിനക്ക് ഞാൻ തരാൻ പോകുന്ന ശിക്ഷ ഇതൊന്നല്ലായിരിക്കും. അപ്പോൾ നന്ദിനി പേടിയോടുകൂടി പെട്ടെന്ന് എണീക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്നതിനോട് കൂടി സൂര്യൻ, നീ എങ്ങോട്ടേ നോക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ നന്ദിനിയുടെ കണ്ണുകൾ അങ്ങോട്ടാണ്. ആ ഭയം കാണുകയാണ്. നീ ആരെയാണ് ഈ ഭയക്കുന്നതെന്ന് പറഞ്ഞ് സൂര്യ തിരിഞ്ഞ് നോക്കുമ്പോൾ പത്മയുടെ ഫോട്ടോ ആണ് കേട്ടോ. ഓഹോ, നന്ദിനി ഇത് കണ്ടിട്ടാണല്ലേ പേടിച്ച് നിൽക്കുന്നത്, എനിക്ക് മനസ്സിലായി, എൻ്റെ മമ്മിയുടെ രൂപം നിൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ട് ആനന്ദ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആനന്ദിനെ വിളിക്കുകയാണ്. അങ്ങനെ ആനന്ദ് പെട്ടെന്ന് വരികയാണ്. എന്താ സാർ എന്ന് ചോദിക്കുമ്പോൾ, അതാ ഈ ഭിത്തിയിലിരിക്കുന്ന ഫോട്ടോ മാറ്റി നന്ദിനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ദൈവമുണ്ട്, അതിൻ്റെ ഫോട്ടോ വെക്കുക, താനൂരമ്മയുടെ ഫോട്ടോ വരട്ടെ എന്ന് പറയണേ. അങ്ങനെ താനൂരമ്മയുടെ ഫോട്ടോ വെക്കണം കേട്ടോ. ഈ സമയം നന്ദിനി ആണെങ്കിലോ, സൂര്യ സാർ എനിക്കൊരു ഫോട്ടോവും കൂടി ആ ഭിത്തിയിൽ വെക്കണം, അതേത് ഫോട്ടോ ആണോ? താനൂരമ്മയില്ലാതെ നിൻ്റെ ഇഷ്ടപ്പെട്ട ദൈവം വേറെ ഏതെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോൾ സൂര്യയുടെ മുന്നിലോട്ട് നീട്ടുമ്പോൾ സൂര്യ അത് എടുത്ത് നോക്കുമ്പോൾ സൂര്യ ആ അത്ഭുതപ്പെട്ടു പോവാണ് കേട്ടോ. അപ്പോൾ താൻ എന്താടോ ഈ ഫോട്ടോ വെക്കാൻ പറഞ്ഞത്? അത് എനിക്ക് താനൂരമ്മയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ എനിക്കൊരു ധൈര്യവും ഊർജ്ജമൊക്കെ കിട്ടുന്നത് പോലെ സൂര്യ സാറിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോഴും ആ ഒരു ഇത് കിട്ടും. അപ്പോൾ ഈ ഫോട്ടോ എപ്പോഴും താനൂരമ്മയെ നോക്കുമ്പോൾ സൂര്യ സാറിനെ നോക്കുന്നത് പോലെയാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഇതിവിടെ ഇരിക്കട്ടെ എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരുന്നത് കേട്ടോ.